സോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു iPlus ട്രെയിനിങ് സൊല്യൂഷൻസ്. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മളുടെ വരാനിരിക്കുന്ന എക്സാമുമായി ബന്ധപ്പെട്ട്, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഇതുവരെ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നു. നോട്ടിഫിക്കേഷൻ മുന്നേ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെഷൻസ് എല്ലാവരും അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. കാര്യം നമ്മൾ ഇപ്പോഴേ നമ്മൾ ആ ഒരു ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് ഓരോ മോഡ്യൂൾസും പഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് സ്വാഗതം. പ്രധാനമായിട്ടും നമ്മളുടെ 10 മോഡ്യൂളുകൾ നമ്മളുടെ ലാസ്റ്റ് നമ്മളുടെ വെബിനാറിൽ നമ്മളതിന്റെ ആ ഒരു സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് യൂട്യൂബിൽ നമുക്ക് ആ ഒരു സിലബസിന്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ നമ്മൾ ബേസിക്കലി ഹാൻഡ് ടൂൾസ് ആയിരുന്നു നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. സോ വെൽഡറെ സംബന്ധിച്ചോളം ഹാൻഡ് ടൂൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ലെവലിലേക്ക് വന്നപ്പോൾ ഒരു 5 മാർക്കിന്റെ ഒരു ഹാൻഡ് ടൂൾസ് ആണ്, കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഹാൻഡ് ടൂൾസുകളാണ്. സോ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പോകാം. സോ ഇത് ട്രേഡ്സ്മാൻ വെൽഡറിൽ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ചോദ്യം ഇതാണ്: വിച്ച് പാർട്ട് ഓഫ് എ ഹാമർ ഈസ് മെന്റ് ഫോർ ഫിക്സിംഗ് ഹാൻഡിൽ റിജിഡ്ലി? അല്ലെ, ഇത്തരത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരം നിങ്ങൾ നമ്മളുടെ ആ ഒരു ബോക്സ്, അതായത് നമ്മൾ മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, ദിനേശ് ഐ ഹോൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഫൈൻ. അപ്പൊ വിച്ച് പാർട്ട് ഓഫ് ഹാമർ ഈസ് മെന്റ് ഫോർ ഫിക്സിംഗ് ഹാൻഡിൽ റിജിഡ്ലി? നമ്മളുടെ ഹാൻഡില് റിജിഡായിട്ട് ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വെക്കാൻ സഹായിക്കുന്ന ഒരു പാർട്ട് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഐ ഹോള്, ഓപ്ഷൻ ബി ചീക്ക്, ഓപ്ഷൻ സി പീൻ, ഓപ്ഷൻ ഡി വെഡ്ജ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മളുടെ ഉത്തരം എന്താ പറയുക? ഹാൻഡില് റിജിഡായിട്ട് ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന ഹാമറിന്റെ ഒരു പാർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഉത്തരം എന്താ പറയാ? ഐ ഹോൾ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഐ ഹോൾ ആണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, അത് റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ച ട്രേഡ്സ്മാൻ വെൽഡറിന് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പൊ ഹാമറുമായി ബന്ധപ്പെട്ട് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. ഹാമറുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഹാമേഴ്സ് നമ്മൾ എവിടെ യൂസ് ചെയ്യാറുണ്ട്? നമ്മൾ വെൽഡിംഗ് വർക്ക്ഷോപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാര്യം ചിപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. സ്ലാഗുകളൊക്കെ നമ്മൾ ചിസലിന്റെ സഹായത്തോടു കൂടി ചിപ്പ് ചെയ്ത് കളയാറുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഹാമേഴ്സുകൾ, ബോൾ പീൻ ഹാമേഴ്സുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ഹാമറിന്റെ ഹെഡുമായി ബന്ധപ്പെട്ട് ഇത് മൊത്തത്തിൽ നമ്മൾ ഹാമർ ഹെഡ് എന്നാ പറയാ. അപ്പൊ ഹാമർ ഹെഡിന്റെ പാർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. പീൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത്തരത്തിൽ ഇത് ഇവിടെ ബോൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ബോൾ പീൻ ആണ് കൊടുത്തിരിക്കുന്നത്, മുകൾ ഭാഗം അല്ലെ. ഇത്തരത്തിൽ ആ ഒരു പോർഷൻ ആണ് പീൻ എന്നറിയപ്പെടുന്നത്. സോ അതിനുശേഷം നെക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. നെക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നെക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും. ചീക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ ആണ് ചീക്ക്. അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള ഏക പാർട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ചീക്കാണ് അല്ലെ. ഇത്തരത്തിൽ ഹാമറിന്റെ ഹെഡില് സോഫ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കാര്യം മറ്റ് പോർഷൻ ഇത് എന്ന് പറയുന്നത് പീൻ പോർഷൻ അത് ഹാർഡൻ ചെയ്തിട്ടുണ്ടാകും അല്ലെ. ഹാർഡനിങ് പ്രോസസ്സ് വഴി ഹാർഡൻ ചെയ്തിട്ടുണ്ടാകും. ഫേസ് ഹാർഡൻ ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഇൻ ബിറ്റ്വീൻ നമ്മളുടെ ആ ഒരു പീനും ഫേസിനും ഇടയിലുള്ള പോർഷനാണ് ചീക്ക് എന്ന് പറയുന്നത്. ചീക്ക് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് സോഫ്റ്റ് അല്ലെ. ഇത്തരത്തിൽ സോഫ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു പോർഷനിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മളുടെ ആ ഒരു ഹാമർ ഹെഡ് മാനുഫാക്ചർ ചെയ്ത കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ അതിന്റെ വെയിറ്റോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാവുക ആ ഒരു ചീക്ക് എന്ന് പറയുന്ന പോർഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ചീക്ക് എന്ന് പറയുന്ന പോർഷൻ എന്താണ്, എവിടെയാണ് ഏകദേശം ഉണ്ടാവുക? മിഡിൽ പോർഷൻ ആണ് ചീക്ക് എന്ന് പറയുന്നത്. ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് പീന്, ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് ഫേസ് ആണ്. സോ അത്തരത്തിൽ ചീക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ പോൾ എന്ന് പറയാറുണ്ട്. പോൾ അല്ലെ, ഇത്തരത്തിലുള്ള ഒരു പോർഷനെ പോൾ എന്ന് പറയാം. അതിന്റെ അടിഭാഗത്തായിട്ടുള്ളതാണ് ഫേസ്. അവിടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? കോണ്ടാക്ട് അല്ലെ. ഇത്തരത്തിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക ഫേസിലായിരിക്കും. പിന്നീട് സെന്ററിൽ നിങ്ങൾക്ക് ഒരു ഇത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ഐ ഹോള് നിങ്ങൾ കാണാൻ സാധിക്കും. ഐ ഹോള് കാണാൻ സാധിക്കും. സോ അതിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെഡ്ജ്, ഹാൻഡിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടി വെഡ്ജ് നമ്മൾ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അതിനെ ടൈറ്റ് ആക്കാറുണ്ട് അല്ലെ. ഓക്കെ, ഫൈൻ. അപ്പോ ഇവിടെ ചോദ്യം നമ്മുടെ ഹാൻഡിൽ എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഹാൻഡിൽ നമ്മുടെ ഐ ഹോളിലേക്കാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഫൈൻ. ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് പോർഷൻസ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഹാമറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം പ്രീവിയസ് നമ്മൾ കണ്ടു. സോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്:
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ടും വെൽഡറുമായി ബന്ധപ്പെട്ടും ഒക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണിത്. ചോദ്യം ഇതാണ്: ദ കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഫോർ സ്ട്രെയിറ്റ് സ്നിപ്പ് ഈസ് ഡാഷ്. ഓക്കെ, അപ്പോൾ സ്നിപ്സ് എന്ന് പറയുന്ന ഷിയേഴ്സ് അല്ലെങ്കിൽ സ്നിപ്സ് എന്ന് പറയുന്ന ടൂളും കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, കേരള PSCയുടെ ചോദ്യം തന്നെയാണിത്. കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഫോർ സ്ട്രെയിറ്റ് സ്നിപ്പിന്റെ കട്ടിംഗ് എഡ്ജ് ആംഗിൾ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 87 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ബി 77 ഡിഗ്രി, ഓപ്ഷൻ സി 67 ഡിഗ്രി, ഓപ്ഷൻ ഡി 57 ഡിഗ്രി. അപ്പൊ ഏതായിരിക്കും ഉത്തരം വരിക? കട്ടിംഗ് എഡ്ജ് ആംഗിൾ ഫോർ സ്ട്രെയിറ്റ് സ്നിപ്പ്, വേഗം പറഞ്ഞോ, ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. 87, 77, ഓപ്ഷൻ എ, ബി, സി, ഡി, ഏതായിരിക്കും? യെസ് ദിനേശ്, 87. യെസ്, റൈറ്റ് ആൻസർ ആണ്, കറക്റ്റ് ആണ്. 87 ഡിഗ്രി തന്നെയാണ്. അപ്പൊ ഇത് തെറ്റില്ല അല്ലെ? ഇത്തരത്തിൽ 87 ഡിഗ്രി തന്നെയാണ് നമ്മളുടെ ഉത്തരമായിട്ട് വരിക. ഓക്കെ, കറക്റ്റ് ആണ് ദിനേശ്, 87 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്തരത്തിൽ കട്ടിംഗ് എഡ്ജ് ആംഗിൾ, കട്ടിംഗ് എഡ്ജ് ഓഫ് ബ്ലേഡ് ആൻഡ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് സ്നിപ്പ്. ഈ ചിത്രത്തിൽ കാണുന്നത് നമുക്കറിയാം ഇവിടെ അല്ലെ, ഇത്തരത്തിൽ ആംഗിൾ എത്രയാണ്? 87 അല്ലെ? കട്ടിംഗ് എഡ്ജ് എത്രയാണ്? 87 ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ 87 ഡിഗ്രി എന്നുള്ള ആ ഒരു വാല്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: സൈസ് ഓഫ് എൽ സ്ക്വയർ. അപ്പോൾ നമ്മളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ടൂളാണ് എൽ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ. അതിനെ നമ്മൾ ടിൻമാൻ സ്ക്വയർ എന്നും പറയാറുണ്ട് കേട്ടോ. ടിൻമാൻ സ്ക്വയർ എന്ന് നമ്മൾ പറയാറുണ്ട്. ദ സൈസ് ഓഫ് എൽ സ്ക്വയർ ഈസ് സ്പെസിഫൈഡ് ബൈ ദ ലെങ്ത് ഓഫ് ഡാഷ്. ദ സൈസ് ഓഫ് എൽ സ്ക്വയർ, ചോദ്യം വായിച്ചേ. ദ സൈസ് ഓഫ് എൽ സ്ക്വയർ ഈസ് സ്പെസിഫൈഡ് ബൈ ദ ലെങ്ത് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് എന്താ? ബോഡി, ഓപ്ഷൻ ബി ടങ്, ഓപ്ഷൻ സി ഹീൽ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. അപ്പൊ നമ്മളുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന, യെസ് ദിനേശ് കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി ആണ് അല്ലെ? ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? അതായത് ഇവിടെ എന്താണ് ചോദ്യം? ദ സൈസ് ഓഫ് എൽ സ്ക്വയർ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സിലബസിൽ അവർ എടുത്തു പറയുന്നുണ്ട് അല്ലെ. എൽ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ടിൻമാൻസ് എൽ സ്ക്വയർ എന്ന് എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, സ്നിപ്സ് എടുത്തു പറയുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്തരത്തിൽ ടിൻമാൻസ് എൽ സ്ക്വയർ അല്ലെങ്കിൽ എൽ സ്ക്വയറുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സൈസ് ഓഫ് എൽ സ്ക്വയർ ഈസ് സ്പെസിഫൈഡ് ബൈ ദ ലെങ്ത് ഓഫ് ബോഡി ആൻഡ് ടങ്. സോ ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി തന്നെയാണ് ഉത്തരമായിട്ട് വരിക. അപ്പൊ എൽ സ്ക്വയറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് പോകാം. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ടിൻമാൻസ് സ്ക്വയർ എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? എൽ സ്ക്വയർ തന്നെയാണ്. ടിൻമാൻസ് സ്ക്വയർ എന്നറിയപ്പെടുന്നത് എൽ സ്ക്വയർ തന്നെയാണ്. നമുക്കറിയാം ഈ ഒരു ചിത്രത്തിൽ കാണുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് സിമിലാരിറ്റി ഉള്ള ഒരാളാണ് നമ്മളുടെ ആ ഒരു എന്താണ് ട്രൈ സ്ക്വയർ അല്ലെ? ട്രൈ സ്ക്വയർ. സോ ട്രൈ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കറിയാം അവിടെ ഗ്രാജുവേഷൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ട്രൈ സ്ക്വയർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അല്ലെ? അവിടെ മെഷർമെന്റ് എടുക്കാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ട്രൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് അല്ല എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. കാര്യം അവിടെ പ്രത്യേകിച്ച് മെഷർമെന്റ് ഒന്നും എടുക്കാൻ കഴിയില്ല. കാര്യം അവിടെ ഗ്രാജുവേഷൻസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ നമുക്കറിയാം ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ട് തന്നെയാണ് നമ്മളുടെ ട്രൈ സ്ക്വയർ നിർമ്മിച്ചിരിക്കുന്നുണ്ടാവുക. അതുപോലെ എൽ സ്ക്വയർ എന്ത് തന്നെയാണ്? സോ ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക. ഓക്കെ, പക്ഷെ അവിടെ ഗ്രാജുവേഷൻസ് അല്ലെ മാർക്കിങ്സ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താണ് മെഷർമെന്റിന് വേണ്ടുന്ന മാർക്കിങ്സ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻസ് കാണാൻ സാധിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ ഇത്തരത്തിൽ എന്താണ് ടങ് എന്ന് പറയുന്ന പോർഷൻ ആണ്. ഇത് ടങ് ആണ്, നീളം കുറഞ്ഞ പോർഷൻ ടങ്, നീളം കൂടിയ പോർഷൻ ആണ് ബോഡി അല്ലെങ്കിൽ ബ്ലേഡ് എന്ന് പറയും. ബോഡി അല്ലെങ്കിൽ ബ്ലേഡ്. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിൽ ഇവിടെ എന്താണ് ഇത്തരത്തിൽ ടങ്ങും ബോഡി അല്ലെങ്കിൽ ബ്ലേഡിന്റെ ലെങ്ത് ആണ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സോ ദ സൈസ് ഓഫ് എൽ സ്ക്വയർ ഈസ് സ്പെസിഫൈഡ് ബൈ ദ ലെങ്ത് ഓഫ് ബോഡി ആൻഡ് ടങ്. സോ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ഫൈൻ. ഒന്നാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്തരത്തിൽ രണ്ടാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ 10 മൊഡ്യൂളുമായി ബന്ധപ്പെട്ടുള്ള വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും ഇന്നത്തെ സെഷനിൽ. ഓക്കെ, ഫൈൻ. അപ്പൊ എല്ലാം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ കൂടി തന്നെയാണത്. സോ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഗ്യാസ് വെൽഡിംഗ് ആണ്. ഗ്യാസ് വെൽഡിംഗുമായി ബന്ധപ്പെട്ട് 15 മാർക്കാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദ ബ്ലോ പൈപ്പ് ഹെൽഡ് ഇൻ ലെഫ്റ്റ് വെൽഡിംഗ്? സോ വളരെ ഈസി ആയിട്ടുള്ള, വളരെ കോമൺ ആയിട്ട് മിക്ക എക്സാമിനും ചോദിച്ചു വരാറുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമുക്കറിയാം ലെഫ്റ്റ് വേർഡ് വെൽഡിങ്, റൈറ്റ് വേർഡ് വെൽഡിങ് അല്ലെ? സോ ഇവിടെ ശ്രദ്ധിക്കുക, ബ്ലോ പൈപ്പ്
ഏത് ആംഗിളിലാണ് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക? സോ നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്ലംബർ എടുത്താലും അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എടുത്താലും വെൽഡർ എടുത്താലും ഒക്കെ ചോദിച്ച് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ബ്ലോ പൈപ്പ് ഹെൽഡ് ഇൻ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ്? സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 30 to 40 ഡിഗ്രി, ഓപ്ഷൻ ബി 50 to 60 ഡിഗ്രി, ഓപ്ഷൻ സി 40 to 50 ഡിഗ്രി, ഓപ്ഷൻ ഡി 60 to 70 ഡിഗ്രി. സോ ബ്ലോ പൈപ്പ് ഉണ്ടാകും, ഫില്ലർ റോഡും ഉണ്ടാകും. സോ ഫില്ലർ റോഡ് ഒരു ആംഗിളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും, ബ്ലോ പൈപ്പ് മറ്റൊരു ആംഗിളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. സോ ഇവിടെ ചോദ്യം ലെഫ്റ്റ് വേർഡ് വെൽഡിംഗിൽ നിന്നും റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് നമ്മൾ വെൽഡ് ചെയ്ത് പോകുമ്പോഴാണ് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് എന്ന് പറയുന്നുണ്ടാവുക. സോ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗിൽ ബ്ലോ പൈപ്പ് നമ്മൾ വെച്ചിരിക്കുന്ന ആംഗിൾ, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആംഗിൾ എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. യെസ്, 60 to 70. സോ എല്ലാവർക്കും ഓരോരോ ഉത്തരം പറയാം കേട്ടോ. ഇത്തരത്തിൽ ദിനേശ് മാത്രമാണ് ആക്റ്റീവായിട്ട് നിൽക്കുന്നത്, എല്ലാവരും വരിക. ഓക്കെ, ഫൈൻ, അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും വേണ്ട. സോ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ബ്ലോ പൈപ്പ് ഹെൽഡ് ഇൻ ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ്? ഉത്തരം എന്താ വരിക? യെസ്, ഓപ്ഷൻ ഡി 60 to 70 ഡിഗ്രി തന്നെയാണ്, സംശയമൊന്നും വേണ്ട, 60 to 70 ഡിഗ്രി. ഓക്കെ, സോ ഉത്തരം 60 to 70 ഡിഗ്രിയാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഈ രണ്ട് ചിത്രം മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതിയാകും. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഈ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരണം. ഓക്കെ, ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോളൂ, നമ്മളുടെ റൈറ്റിൽ നിന്നും അല്ലെ, നമുക്ക് നോക്കുകയാണെങ്കിൽ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് വെൽഡ് ചെയ്തു പോകുന്നു അല്ലെ, പ്രോഗ്രസ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് അല്ലെ, അപ്പൊ അതുകൊണ്ട് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗ്. ഓക്കെ, സോ റൈറ്റ് വേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നു. സോ അതാണ് റൈറ്റ് വേർഡ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ, അത് രണ്ടും നമ്മളുടെ ഡിഫറൻസ്, പ്രധാനപ്പെട്ട ഡിഫറൻസ് ഒന്നാണ്, അതാണ്. പിന്നീടുള്ളത് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആ ഒരു ഫില്ലർ റോഡ് നോക്കിയാൽ നിങ്ങൾ, ഫില്ലർ റോഡ് രണ്ടും ഒരേ ആംഗിൾ തന്നെയാണ്, 30 to 40 ഡിഗ്രി, 30 to 40 ഡിഗ്രി, അതിനകത്ത് വ്യത്യാസം. ഫില്ലർ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 60, അതായത് 30 മുതൽ 40 ഡിഗ്രി അല്ലെ, 30 to 40 ഡിഗ്രി. വ്യത്യാസം വരുന്ന എവിടെയാണ്? വ്യത്യാസം വരുന്ന എവിടെയാണ്? ബ്ലോ പൈപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആംഗിളിലാണ് അല്ലെ. സോ ശ്രദ്ധിച്ചോളൂ, ലെഫ്റ്റ് വേർഡില് ആംഗിൾ ഇത്തിരി കൂടുതലാണ്. സോ 60 to 70 അല്ലെ, ഇത്തരത്തിൽ 30, 40 കഴിഞ്ഞാൽ 60, 70. എന്നാൽ റൈറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും? 30, 40 കഴിഞ്ഞാൽ 40 നിന്ന് തന്നെ തുടങ്ങാം, 40, 50. ഓക്കെ, ഫൈൻ, അപ്പൊ അത് ഒന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. സോ കൺഫ്യൂസിങ് ആയിരിക്കും ചിലപ്പോൾ, ഒരുപക്ഷെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും, പക്ഷെ എക്സാം ഹോൾ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്, അതൊന്ന് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം എന്താ വരിക? ഉത്തരം 60 to 70 ഡിഗ്രിയാണ് ബ്ലോ പൈപ്പ് ലെഫ്റ്റ് വേർഡ് വെൽഡിംഗിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ രണ്ടിടത്തും ഫില്ലർ റോഡ് 30 to 40 ഡിഗ്രി തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് അസറ്റിലിൻ പ്രോപ്പർട്ടി? അപ്പോൾ അസറ്റിലിൻ ഗ്യാസുമായി ബന്ധപ്പെട്ട്, അസറ്റിലിൻ ഗ്യാസിന്റെ പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സോ അസറ്റിലിൻ ഗ്യാസ് നമുക്കറിയാം, C2H2 എന്ന് പറയുന്ന കെമിക്കലി C2H2 എന്ന് പറയുന്ന അസറ്റിലിൻ ഗ്യാസുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ് അല്ലെ, പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാത്ത ഒരു ഗ്യാസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹെവിയർ ദാൻ എയർ അല്ലെ, ഹെവിയർ ദാൻ എയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഹെവിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ, സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ. സോ ഈ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓപ്ഷനെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ മാത്രമാണ് കറക്റ്റ്, ഓപ്ഷൻ ബി 1ഉം 2ഉം കറക്റ്റ് ആണ്, ഓപ്ഷൻ സി 1ഉം 3ഉം കറക്റ്റ് ആണ്, ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം കറക്റ്റ് ആണ്. ഓൾ ഓഫ് ദി അബോവ് കറക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഉത്തരം വരിക? 1ഉം 3ഉം. ഓക്കെ ദിനേശ്, 1ഉം 3ഉം. ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ്, ഇറ്റ് ഈസ് എ കളർലെസ് ഗ്യാസ്, സംശയമൊന്നും വേണ്ട. അസറ്റിലിൻ എന്ന് പറയുന്നത് ഒരു കളർലെസ് ഗ്യാസ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. 2, ഇറ്റ് ഈസ് ഹെവിയർ ദാൻ എയർ അല്ലെ, എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹെവിയർ ആണെന്നാണ് പറയുന്നത്. നമുക്കറിയാം അതിന്റെ എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ഒരു അസറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 0.9 സംതിങ് വരുന്നുള്ളൂ അല്ലെ, 0.9 റേഞ്ച് വരുന്നുള്ളൂ. കാര്യം വളരെ സ്ലൈറ്റ്ലി, വളരെ ചെറുതായിട്ട് എയറിനെക്കാട്ടി താഴെ നിൽക്കുന്നതാണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലൈറ്റ്ലി ലൈറ്റർ ദാൻ എയർ നമുക്ക് പറയാം. സ്ലൈറ്റ്ലി ലൈറ്റർ ദാൻ എയർ ആണ് നമ്മളുടെ ആ ഒരു
കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഹെവിയർ ദാൻ എയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ, അല്ലെ, വെള്ളത്തിലും ആൽക്കഹോളിലും സ്ലൈറ്റ്ലി സോലുബിൾ ആണ് എന്ന് പറയുന്നു, അല്ലെ. നമുക്കറിയാം ഡിസോൾവ്ഡ് അസെറ്റിലിൻ എന്നാണ് പറയാം, അല്ലെ. അത്തരത്തിൽ അസെറ്റോണിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ സാധാരണ വെക്കാറ്. അപ്പൊ അതുപോലെ തന്നെ വെള്ളത്തിലും ആൽക്കഹോളിലും സ്ലൈറ്റ്ലി സോലുബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് അസെറ്റിലിൻ എന്ന് പറയുന്നു. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1 ഉം 3 ഉം കറക്റ്റ് ആണ്. ഓപ്ഷൻ സി തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ദിനേഷ് കറക്റ്റ് ആണ്. 1 ഉം 3 ഉം കറക്റ്റ്. ഓപ്ഷൻ സി ഉത്തരമാണ്. പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയിലേക്ക് വരാം. ദാറ്റ് ഈസ് കളർലെസ് ഗ്യാസ്, സംശയമൊന്നും വേണ്ട. ലൈറ്റർ ദാൻ എയർ ആണ്, ഹെവിയർ അല്ല, ലൈറ്റർ ദാൻ എയർ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ട് 0.90256, 0.9 ആണെന്നുള്ള ഓർത്തിരിക്കാം. സ്ലൈറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് ആൽക്കഹോൾ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇംപ്യൂർ അസെറ്റിലിൻ ഗ്യാസ് കണ്ടെയ്ൻ ഇംപ്യൂരിറ്റീസ് സച്ച് ആസ് ഫോസ്ഫീൻ, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, അല്ലെ. ഇത്തരത്തിൽ എന്താണ് ഒരു ഗാർലിക് ഓർഡർ, അല്ലെ, ഒരു ഗാർലിക് ഓർഡർ, സ്മെല്ല്, ഒരു ഗാർലിക്കിന്റെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ഒരു ഫൗൾ സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ടാകും. ഓക്കെ, എന്ത് കാരണം? അവിടെ ഇമ്പ്യൂരിറ്റീസ് കാരണം. എന്തൊക്കെയാണ് ഇമ്പ്യൂരിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്ഫീന്, അതുപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡ്, റോട്ടൺ എക്സ്, അല്ലെ, നമ്മളുടെ ചീഞ്ഞ മുട്ടയുടെയൊക്കെ സ്മെല്ല് പൊതുവെ നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ്, അതുപോലെ തന്നെ അമോണിയ, അല്ലെ, അമോണിയ. അപ്പൊ ഇത് 3 ആൾക്കാര് അവിടുത്തെ ഇമ്പ്യൂരിറ്റീസ് ആണ്. അപ്പൊ അസെറ്റിലിൻ ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോസ്ഫൈന്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഇവരൊക്കെ കാരണം എന്ത് സംഭവിക്കുന്നു? ഈ ഒരു അസെറ്റിലിൻ ഗ്യാസിന് എന്ത് സംഭവിക്കുന്നു? ഒരു ചെറിയ ഒരു ഫൗൾ സ്മെൽ അല്ലെങ്കിൽ ഒരു ഗാർലിക് ഓർഡർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: acetylene gas is produced by the chemical reaction between calcium carbide and dash. അസെറ്റിലിൻ ഗ്യാസ് ജനറേറ്ററുമായി ബന്ധപ്പെട്ട്, അല്ലെ, ജനറേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അസെറ്റിലിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ, അല്ലെ, കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ കാൽഷ്യം കാർബൈഡ് ആൻഡ് ഡാഷ്. കാൽഷ്യം കാർബൈഡും ഒരു ആളോടെ കമ്പൈൻ ചെയ്തുകൊണ്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? അസെറ്റിലിൻ കിട്ടുന്നുണ്ടാവുക. അപ്പൊ അത് ആരാണെന്നുള്ളതാണ് ചോദ്യം. യെസ്, നിതിൻ കറക്റ്റ് ആണ്. നിതിൻ, acetylene gas is produced by the chemical reaction between calcium carbide and water. യെസ്, റൈറ്റ് ആൻസർ വാട്ടർ തന്നെയാണ്. വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ്, അല്ലെ. സോ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ അല്ല. ഓപ്ഷൻ സി അസെറ്റോൺ. അസെറ്റോൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ. അസെറ്റോണിൽ നമ്മൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ടാകും എന്നുള്ളത് നമുക്കറിയാം. സോ ഓപ്ഷൻ ബി ആൻഡ് സി കൊടുത്തിട്ടുണ്ട്. അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ അസെറ്റിലിൻ ജനറേഷനുമായി ബന്ധപ്പെട്ട് അസെറ്റിലിൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ കാൽഷ്യം കാർബൈഡ്, അല്ലെ, കാൽഷ്യം കാർബൈഡും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അസെറ്റിലിൻ C2H2 പിന്നെ അതുപോലെ എന്ത് കിട്ടാറുണ്ട്? കാൽഷ്യം ഹൈഡ്രോക്സൈഡും കിട്ടാറുണ്ട്, അല്ലെ. അല്ലെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് കിട്ടാറുണ്ട്, സ്ലേക്കറ്റ് ലൈമും നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, ഫൈൻ. മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അസെറ്റിലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ കാൽഷ്യം കാർബൈഡ് ആൻഡ് വാട്ടർ, അല്ലെ. കാൽഷ്യം കാർബൈഡും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നുണ്ടാവുക? അസെറ്റിലിൻ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവുക. കെമിക്കൽ സിമ്പിൾ നമുക്കറിയാം, അതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. C2H2 എന്ന് പറയുന്നതാണ് നമ്മുടെ ചോദ്യം, അല്ലെ. നമ്മുടെ ചോദ്യം എന്താ? C2H2 എന്നറിയപ്പെടുന്നത് ഏതാണ്? അസെറ്റിലിൻ. C2H2 അസെറ്റിലിൻ, അല്ലെ. അപ്പോ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്നത് CaC2 കാൽഷ്യം കാർബൈഡ് പ്ലസ് വെള്ളം നമുക്കറിയാം H2O, അല്ലെ. H2O ഇവിടെ 2 H2 റിയാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഗീവ്സ് എന്താണ്? കാൽഷ്യം OH ട്വൈസ്, ദാറ്റ് ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് C2H2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അസെറ്റിലിൻ. അപ്പോ ഇത്തരത്തിൽ അസെറ്റിലിനോടൊപ്പം കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സ്ലേക്കറ്റ് ലൈം, അല്ലെന്നുണ്ടെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കറ്റ് ലൈം. അപ്പൊ കാൽഷ്യം കാർബൈഡും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സ്ലേക്കറ്റ് ലൈമും ഉണ്ടാകും, അതുപോലെ തന്നെ അസെറ്റിലിൻ ഗ്യാസ് നമുക്ക് ഉണ്ടാകും. ഓക്കെ, ഫൈൻ. അപ്പോ CaC2 പ്ലസ് 2H2O gives that is CaOH twice plus C2H2 എന്നുള്ള ബേസിക് ആയിട്ടുള്ള ആ ഒരു റിയാക്ഷൻ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇത്തരത്തിൽ കാൽഷ്യം കാർബൈഡും വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് ഏതാണ്? ദാറ്റ് ഈസ് സ്ലേക്കറ്റ് ലൈം. നമുക്ക് വേണ്ടുന്നതാണ് അസെറ്റിലിൻ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും കട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ്, അല്ലെ. സോ എന്താണ് തെർമൽ കട്ടിംഗ് ഓഫ് മെറ്റൽസുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇതാണ്: ദ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ഫോർ ഗ്യാസ് കട്ടിംഗ് ഈസ് ഡാഷ്. ദ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ഫോർ ഗ്യാസ് കട്ടിംഗ് ഈസ് ഡാഷ്.
ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന 875 ഡിഗ്രി സെൽഷ്യസ് ടു 900 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ബി 575 മുതൽ 700 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ സി 975 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1200 ഡിഗ്രി സെൽഷ്യസ്. ഓപ്ഷൻ ഡി 275 മുതൽ 600 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഏതായിരിക്കും? ഇഗ്നീഷൻ ടെമ്പറേച്ചർ നമ്മൾ ഇത്തരത്തിൽ ഗ്യാസ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഓക്സി അസറ്റിലും ഗ്യാസ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സ്റ്റീലാണ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇഗ്നൈറ്റ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ റൈറ്റ് ആൻസർ ആണ് ദിനേശ്. 875 മുതൽ 900 ഡിഗ്രി സെൽഷ്യസ്. ശ്രദ്ധിക്കുക, ഞാൻ ജസ്റ്റ് നിമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിട്ടതേ ഉള്ളൂ. തന്നെ 300 ലിറ്റേഴ്സ് ഓഫ് അല്ല 300 ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ. അതും ചോദ്യം തന്നെയാണ്, എത്ര ലിറ്റേഴ്സ് ഓക്സിജൻ വേണം 1 കിലോഗ്രാം അയൺ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ആവാൻ വേണ്ടിയിട്ട്? ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. എത്ര ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ആണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഓക്സിഡേഷൻ ഓഫ് 1 കിലോഗ്രാം ഓഫ് അയൺ കംപ്ലീറ്റ്ലി. അയൺ 1 കിലോഗ്രാം അയൺ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ വേണമെന്നുള്ള ചോദ്യം. ഉത്തരം എന്താണ്? 300 ലിറ്റർ. 300 ലിറ്റേഴ്സ് വേണം എന്നുള്ളത് ഓർത്തിരിക്കാം. രണ്ടാമത്തെ പോയിന്റ്, ദ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ഫോർ ഗ്യാസ് കട്ടിംഗ് ഈസ് തന്നിരിക്കുന്ന എത്രയാണ്? 875 മുതൽ 900 ഡിഗ്രി സെൽഷ്യസ്. 875 മുതൽ 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഈ 2 പോയിന്റും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഗ്യാസ് കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 2 ഇമ്പോർട്ടന്റ് പോയിന്റ് തന്നെയാണ്. ഇത്തരത്തിൽ അയണിനെ ഇരുമ്പിനെ അയണിനെ പൂർണ്ണമായിട്ടും ഓക്സിഡൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 കിലോഗ്രാം ഭാരമുള്ള അയണിനെ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ വേണം എന്നുള്ളതാണ് ചോദ്യം. 300 ലിറ്റർ എന്നുള്ളത് പഠിച്ചു. 2, ഇത്തരത്തിൽ സ്റ്റീലിനെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ എത്രയാണ്? 875 മുതൽ 900 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. ഓക്കെ, ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, the tip of cutting nozzle is held at a distance of dash above the surface of the plate being cut. നമ്മൾ ഈ പറയുന്ന കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അല്ലെ? ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ നമ്മുടെ നോസിലും അല്ലെങ്കിൽ പ്ലേറ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇത്തരത്തിൽ നമ്മളുടെ കട്ടിംഗ് നോസിലിന്റെ ടിപ്പും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റിന്റെ സർഫസും ഇടയിൽ എത്രത്തോളം ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 5 മുതൽ 6 mm, ഓപ്ഷൻ ബി 2 to 3 mm, ഓപ്ഷൻ സി 4 to 5 mm, ഓപ്ഷൻ ഡി 1 to 2 mm. ഗസ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ യാതൊരു നഷ്ടവും ഇല്ല. നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരം ജസ്റ്റ് ത്രോ ചെയ്യുക. കാര്യം അത് നമ്മളുടെ മനസ്സിലുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. സോ ഇവിടെ ഉത്തരം എന്തായിരിക്കും വരിക? ABCD. നിതിൻ ഓക്കെ, ബി കൊടുത്തിട്ട് 2 to 3. അപ്പൊ അവിടെ ഇതിന് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, മുഹമ്മദ് ജാബിർ പറഞ്ഞിട്ടുള്ളത് 2 to 3 തന്നെയാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഇവിടെ ഒരു ചെറിയ ക്ലാരിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, 2 to 3 എന്ന് പറയുന്ന ഒരു സംഖ്യയും അല്ലെങ്കിൽ ഒരു ഗ്യാപ്പും 5 to 6 എന്ന് പറയുന്ന ഒരു ഗ്യാപ്പും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് എവിടേക്കാണെന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക ഇതിനെ മുഹമ്മദ് ജാബിറെ ശ്രദ്ധിച്ചോളൂ. ഇവിടെ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഈ പറയുന്ന കട്ടിംഗ് നോസിലിന്റെ ടിപ്പും അതുപോലെ തന്നെ പ്ലേറ്റിന്റെ സർഫസിനിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് എത്രയെന്നുള്ളതാണ് ചോദ്യം. അവിടെ ഉത്തരം എന്താ വരിക? 5 to 6 mm. 5 മുതൽ 6 mm വരെയാണ് നമ്മളുടെ ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാൽ നമ്മളിപ്പോൾ ഉത്തരം പറഞ്ഞിട്ടുള്ള 2 മുതൽ 3 mm വരെ എന്നുള്ളത് നമ്മളോട് ചോദിക്കുകയാണ് ഇന്നർ കോൺ ഓഫ് ദ പ്രീഹീറ്റ് ഫ്ലെയിം. ഇന്നർ കോൺസ് ഓഫ് ദ പ്രീഹീറ്റ് ഫ്ലെയിം ആർ അപ്രോക്സിമേറ്റ്ലി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എന്താണ് ഇത്തരത്തിൽ 2 മുതൽ 3 mm എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇന്നർ കോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ നമ്മളുടെ ആ ഒരു ഫ്ലെയിം നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ ഫ്ലെയിം ഇതാണ് നമ്മളുടെ നോസിലിന്റെ ടിപ്പും സർഫസും തമ്മിലാണ് ഏകദേശം കൂടുതലായിട്ടുള്ള 5 മുതൽ 6 mm ആണ്. പിന്നീട് നമ്മൾക്കറിയാം ഇത്തരത്തിൽ കോണുകൾ ഉണ്ടാവും അല്ലെ? ഇന്നർ കോണും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് ആയിരിക്കും 2 to 3 mm ആയിട്ട് എടുത്തു പറയുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള 1-2 വാല്യൂസ് ആണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതിയാകും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് എത്രയാന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക. ക്ലിയർ ആയെന്ന് കരുതുന്നു.
ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ഉത്തരം 5 to 6 mm എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം ഓക്കെ ഫൈൻ. മറ്റൊരു മൊഡ്യൂളിലേക്ക് നമുക്ക് കടക്കാം. ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഗ്യാസ് വെൽഡിങ്ങുമായി അല്ലെങ്കിൽ കട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. നെക്സ്റ്റ് 4ാമത്തെ മൊഡ്യൂൾ ആർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: ദ കോട്ടിംഗ് ഫാക്ടർ ഫോർ സൂപ്പർ ഹെവി ഇലക്ട്രോഡ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് ഡാഷ്. കോട്ടിംഗ് ഫാക്ടർ ഫോർ super heavy electrode is in the range of dash 1.25 to 1.3, 1.4 to 1.5, 1.6 to 2.2, option D above 2.2. അപ്പൊ ഇത്തരത്തിൽ ലൈറ്റ്, മീഡിയം, ഹെവി, സൂപ്പർ ഹെവി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മളുടെ ഫ്ലക്സ് കോട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അത് അവിടെ നമ്മൾ എന്താണ് കോട്ടിംഗ് ഫാക്ടർ. ഇപ്പൊ ബെയർ വയർ ഇലക്ട്രോഡും കോട്ടഡ് വയർ ഇലക്ട്രോഡ്സ്, നമുക്ക് ഇത്തരത്തിൽ ഇലക്ട്രോഡുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. ഇലക്ട്രോഡുകൾ, വെൽഡിംഗ് ഇലക്ട്രോഡുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ ബെയർ വയർ ഇലക്ട്രോഡുകൾ ഉണ്ട്, കോട്ടഡ് ഇലക്ട്രോഡ് ഉണ്ട്. ഓപ്ഷൻ ഡി. എസ് ദിനേശ് ഓപ്ഷൻ ഡി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഓപ്ഷൻ ഡി തന്നെയാണോ? വ്യത്യാസം ആർക്കെങ്കിലും ഉണ്ടോ? യെസ്, കോട്ടിംഗ് ഫാക്ടർ ഫോർ സൂപ്പർ ഹെവി ഇലക്ട്രോഡ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ്, യെസ്, റൈറ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, എബവ് 2.2 തന്നെയാണ്. എബവ് 2.2 തന്നെയാണ്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. എന്താണ് കോട്ടിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്? എന്താണ് കോട്ടിംഗ് ഫാക്ടർ? കോട്ടിംഗ് ഫാക്ടർ ഇസ് എ റേഷ്യോ ഓഫ് കോട്ടിംഗ് ഡയ ഡിവൈഡ് ബൈ കോർ ഡയ അല്ലെ. ഇത്തരത്തിൽ ഓക്കെ, ഇവിടെയാണ് നമ്മളുടെ ഒരു കോർ ഉണ്ടാകും. കോർ, ബെയർ ആയിട്ടുള്ള കോർ ഉണ്ടാവും. ഈ കോറിന്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഫ്ലക്സ് കോട്ട് ചെയ്യുന്നുണ്ടാകും. അപ്പൊ കോട്ട് ചെയ്തിട്ടുള്ള ഡയമീറ്റർ ആണ് കോട്ടിംഗ് ഡയ എന്ന് പറയുന്നത്. കോട്ട് ചെയ്യാത്തുള്ള ബെയർ വയറിന്റെ ഡയമീറ്റർ ആണ് കോർ വയർ ഡയ എന്ന് പറയുന്നത്. സോ the ratio of coating dia, അതാണ് വലിയ വാല്യൂ അല്ലെ. കോട്ടിംഗ് ഡയ ഡിവൈഡ് ബൈ കോർ ഡയ, ദാറ്റ് ഈസ് കോട്ടിംഗ് ഫാക്ടർ. ഇനി മനസ്സിലാക്കേണ്ടത് ഈ കോട്ടിംഗ് ഫാക്ടറിന്റെ വാല്യൂവിനനുസരിച്ച് അല്ലെ, ഇത്തരത്തിൽ കോട്ടിംഗ് ഫാക്ടറിന്റെ വാല്യൂവിനനുസരിച്ച് ദാറ്റ് ഈസ് 1.25 to 1.3 ഫോർ ലൈറ്റ് കോട്ടഡ്, 1.4 to 1.5 ഫോർ മീഡിയം കോട്ടഡ്, 1.6 to ഫോർ ഹെവി കോട്ടഡ് അല്ലെ. ഇത്തരത്തിൽ 2.2 എബോവ് ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഹെവി കോട്ടഡ് ഇലക്ട്രോഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ ഇത്തരത്തിൽ 2.2 മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് സൂപ്പർ ഹെവി കോട്ടഡ് ഇലക്ട്രോഡ് ആണ്. ഓക്കെ ഫൈൻ. 1.25 to 1.3 ലൈറ്റ് കോട്ടഡ് ആണ്, 1.4 to 1.5 ആണ് മീഡിയം കോട്ടഡ്, 1.6 to 2.2 ആണ് ഫോർ ഹെവി കോട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ഉത്തരം സൂപ്പർ ഹെവി കോട്ടഡ് ആയതുകൊണ്ട് തന്നെ എബവ് 2.2 ആണ് നമ്മളുടെ വാല്യൂ വരുന്നുണ്ടാവുക. ക്ലിയർ എന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: തന്നിരിക്കുന്ന ഒരു സിമ്പിൾസ്, ഇപ്പോഴത്തെ ഒരു ചോദ്യത്തിന്റെ ഒരു രീതിയിൽ നമുക്ക് ചിലപ്പോൾ ചില സമയത്ത് ഇത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ ചിത്രം തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത്: വാട്ട് ടൈപ്പ് ഓഫ് വെൽഡ് ആർ represented by the elementary building symbol, elementary building symbols shown in the given figure. ഇപ്പൊ തന്നിരിക്കുന്ന എലമെന്ററി വെൽഡിംഗ് അല്ലെങ്കിൽ വെൽഡ് സിമ്പിൾ എന്തിൻ്റെതാണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന ഫില്ലറ്റ് വെൽഡ്, ഓപ്ഷൻ ബി സ്പോട്ട് വെൽഡ്, ഓപ്ഷൻ സി സീം വെൽഡ്, ഓപ്ഷൻ ഡി പ്ലഗ് വെൽഡ്. ഗസ് ചെയ്തോളൂ, കുഴപ്പമില്ല. നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിത്രം കാണുമ്പോൾ യെസ്, മുഹമ്മദ് ജാബിറിന് നമുക്ക് വന്നു. ഓക്കെ, നിതിൻ പ്രകാശ് മനസ്സിലേക്ക് ഉത്തരം വന്നു. യെസ്, ദിനേശ് കിട്ടുന്നുണ്ടോ? ഏതാ കിട്ടുന്നേ? ദിനേശിന് ഏതാ കിട്ടുന്നേ? ഫില്ലറ്റ് വെൽഡ്, സ്പോട്ട് വെൽഡ്, സീം വെൽഡ്, പ്ലഗ് വെൽഡ്. അപ്പൊ മനസ്സിലേക്ക് വരുന്ന ഏതാ? എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മളുടെ ഇത്തരത്തിൽ ഉത്തരം തെറ്റിയാലും വിഷയമില്ല. ഫില്ലറ്റ്, സ്പോട്ട്, സീം, പ്ലഗ് ഏതായിരിക്കും വരിക? തന്നിരിക്കുന്ന ചിത്രം. യെസ്, അപ്പൊ ഇവിടെ സ്പോട്ട്, സീം അല്ലെ, കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താ വരിക? യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്, സീം വെൽഡ് ആണ്. സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ആയിരിക്കും. ഫില്ലറ്റ് നമുക്കറിയാം ഇത്തരത്തിലുള്ള എന്താണ് ഒരു ട്രയാങ്കിൾ അല്ലെ, ഇത്തരത്തിൽ ഫില്ലറ്റ് വെൽഡ് ഉണ്ടാകും. സീം വെൽഡ് ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ്. പ്ലഗ് വെൽഡ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ പ്ലഗ് വെൽഡ് വരുന്നുണ്ടാകും. യെസ്, റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഇവിടെ ഉത്തരം സീം വെൽഡ് തന്നെയാണ് കേട്ടോ, സീം വെൽഡ്. അപ്പോ നമ്മളുടെ ചിത്രത്തിൽ കൊടുക്കുന്ന സീം വെൽഡ്, പ്ലഗ് വെൽഡ്, സ്പോട്ട് വെൽഡ്, ഫില്ലറ്റ് വെൽഡ്, സിമ്പിൾസ്. അപ്പോ സിമ്പിൾസ് കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, സിമ്പിൾസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ ഫൈൻ.
അഞ്ചാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് ഓക്കെ, എന്താണ് മെറ്റലർജി ഓഫ് വെൽഡിംഗ് ജോയിനിങ് പ്രോസസ് അല്ലെ? മെറ്റലർജി, അതുപോലെ തന്നെ ജോയിനിങ് പ്രോസസ്, പ്രധാനപ്പെട്ട സോൾഡറിങ്, ബ്രേസിങ്, റിവെറ്റിംഗ് അല്ലെ, സീമിങ്, അങ്ങനെയൊക്കെയുള്ള ജോയിനിങ് പ്രോസസ്. പിന്നീട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഓക്കെ, നമുക്കറിയാം അവിടെ ഹീറ്റ് അല്ലെ, അവിടെ ഹീറ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ആളാണ്. അപ്പൊ അവിടെ ഇത്തരത്തിൽ ഹീറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: വിച്ച് ടൈപ്പ് ഓഫ് റിവെറ്റ്സ് ആർ സ്യൂട്ടബിൾ ഫോർ ബോയിലർ ഷെൽ? പ്രീവിയസ് ക്വസ്റ്റ്യൻ. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, വെൽഡർ, ഷെഡ്യൂൾഡ് ഡിപ്പാർട്ട്മെന്റ്, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ. ലൈക്ക് പ്രീവിയസ് 2023 ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. നമ്മളുടെ റിവെറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ടൈപ്പ് ഓഫ് റിവെറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ ബോയിലർ ഷെൽ? ബോയിലർ ഷെല്ലൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ബോയിലർ ഷെല്ലിനകത്തൊക്കെ ഇങ്ങനെ എന്താണ് ഇത്തരത്തിലുള്ള റിവെറ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലെ, ബോയിലർ ഷെല്ലുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ. അപ്പോ അവിടെ ഏത് ടൈപ്പ് റിവെറ്റ് ആണ്? ഫോർ എക്സാമ്പിൾ ഹെഡ് നോക്കുകയാണെങ്കിൽ പാൻ ഹെഡഡ് ആണോ, ഫ്ലാറ്റ് ഹെഡഡ് ആണോ, യെസ് സ്നാപ്പ് ഹെഡഡ് ആണോ, യെസ് ഓപ്ഷൻ ഡി മഷ്റൂം ഹെഡഡ് ആണോ? ബോയിലർ ഷെൽസിൽ ഇതിനെ ബോയിലർ ഷെൽസ് ആണ്. ബോയിലർ ഷെൽസ് പാന്, ഫ്ലാറ്റ്, സ്നാപ്പ്, മഷ്റൂം. യെസ് മുഹമ്മദ് ജാബിർ ഓപ്ഷൻ സി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഇതിനെ ഇവിടെ ഉത്തരം എന്താ വരിക? ഉത്തരം വരിക ഓപ്ഷൻ സി, സ്നാപ്പ് ഹെഡഡ് ആണ്. ഓക്കെ, സ്നാപ്പ് ഹെഡഡ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സ്നാപ്പ് ഹെഡഡ്. ഫൈൻ. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഹെഡും അതിന്റെ ഫങ്ഷൻസും അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷനുമാണ്. അപ്പൊ സ്നാപ്പ് ഹെഡ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഈ ചിത്രത്തിൽ കാണുന്നതാണ് നമ്മുടെ സ്നാപ്പ് ഹെഡ് എന്ന് പറയുന്നത്. സ്നാപ്പ് ഹെഡഡ് ആയിട്ടുള്ള റിവെറ്റുകൾ യൂഷ്വലി എംപ്ലോയ്ഡ് ഫോർ സ്ട്രക്ചറൽ വർക്ക് ആൻഡ് മെഷീൻ റിവെറ്റിംഗ് ആൻഡ് ഫോർ ബോയിലർ ഷെൽ എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, സ്ട്രക്ചറൽ വർക്കും അതുപോലെ തന്നെ ബോയിലർ ഷെല്ല്, മെഷീൻ റിവെറ്റിംഗ് ഒക്കെ പൊതുവെ നമ്മൾ സ്നാപ്പ് ഹെഡ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളോട് പറയാണ് ഹെവി സ്ട്രക്ചറൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ, ഏതായിരിക്കും വരിക? സോ ഹെവി സ്ട്രക്ചറൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ എ, ബി, സി, ഡി, ഇതിനകത്ത് ഉത്തരം എന്താ വരിക? ഹെവി സ്ട്രക്ചറൽ വർക്ക്. റിവെറ്റ് ഈസ് സൂട്ടബിൾ ഫോർ ഹെവി സ്ട്രക്ചറൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഉത്തരം എന്താ വരിക? ചോദ്യം, which type of rivet are suitable for heavy structural work? ഹെവി സ്ട്രക്ചറൽ ആണെങ്കിൽ ഉത്തരം എന്താ വരിക? ഓപ്ഷൻ എ, ബി, സി, ഡി ഏതായിരിക്കും വരിക? ആലോചിച്ച് നോക്കേ. ഹെവി സ്ട്രക്ചറൽ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ, ബി, സി, ഡി ഇവിടുത്തെ പാൻ ആണോ, ഫ്ലാറ്റ് ആണോ? സി, സ്നാപ്പ്. ശ്രദ്ധിച്ചോളൂ. ഇതിനെ ശ്രദ്ധിക്കുക. സ്നാപ്പ് ഹെഡ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ വർക്ക് എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഹെവി എന്ന് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം പാൻ ഹെഡഡ് ആണ് കേട്ടോ. ഹെവി എന്ന് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെവി സ്ട്രക്ചറൽ വർക്ക്. ശ്രദ്ധിക്കുക, ഹെവി എന്ന് എടുത്തു പറയുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹെവി എന്ന് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ പാൻ ഹെഡഡ്. ഹെവി എന്നില്ല, സ്ട്രക്ചറൽ വർക്ക് എന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സ്നാപ്പ് ഹെഡഡ് ആണ് ഉത്തരം വരിക കേട്ടോ. ഓർത്തിരുന്നോ? അതിനെ ക്ലിയർ ആണെന്ന് വെച്ച് കരുതുന്നു, അത് ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ പാൻ ഹെഡഡ് എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പാൻ ഹെഡഡ്. ദിസ് ഇസ് പാൻ ഹെഡഡ്. സോ പാൻ ഹെഡഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെങ്ത് ഒക്കെ കൂടുതലുള്ള ഹെവി സ്ട്രക്ചറൽ വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കോണിക്കൽ ഹെഡ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ കോണിക്കൽ ഹെഡ് എന്ന് പറയുമ്പോൾ. അത്തരത്തിൽ ഹാൻഡ് ഹാമറിംഗ് ഒക്കെ വേണ്ടുന്നിടത്ത് നമ്മൾ കോണിക്കൽ ഹെഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് നമ്മൾ ഷിപ്പ് ബിൽഡിംഗ് എടുത്ത് പറയുകയാണ്. ഷിപ്പ് ബിൽഡിംഗ്, അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താണ് കൗണ്ടർ സംഘ്, ഇത്തരത്തിൽ കൗണ്ടർ സംഘ് ഹെഡുകൾ പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫൈൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കാം. ഹെഡുമായി ബന്ധപ്പെട്ട്, റിവെറ്റിംഗുമായി ബന്ധപ്പെട്ട് അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഈസ് യൂസ്ഡ് ടു ഇംപ്രൂവ് ദ സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ? Which heat treatment process is used to improve the strength of steel? സ്റ്റീലിന്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഏതാണ്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് ടെമ്പറിംഗ്, ഓപ്ഷൻ ബി ഹാർഡനിങ്, ഓപ്ഷൻ സി അനീലിംഗ്, ഓപ്ഷൻ ഡി നോർമലൈസിംഗ്. ഓപ്ഷൻ എ, ബി, സി, ഡി. മനസ്സിൽ വരുന്ന ഉത്തരം പറയുക. മനസ്സിൽ വരുന്ന ഉത്തരം പറഞ്ഞോളൂ, കുഴപ്പമില്ല.
that is, which heat treatment process is used to improve the strength of steel. സ്റ്റീലിന്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഏതാണ്? യെസ്, ഓപ്ഷൻ എ മുഹമ്മദ് ജാബിർ. ഓപ്ഷൻ എ ടെമ്പറിംഗ്. ടെമ്പറിംഗ്, യെസ്, ടെമ്പറിംഗ്. ടെമ്പറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാർഡനിങ് ചെയ്തതിന് ശേഷം വളരെ ബ്രിട്ടിൽ ആയിട്ടുള്ള, വളരെ ഹാർഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ എന്താണ് അല്പം ഡക്റ്റൈൽ ആക്കാനും പിന്നെ അതുപോലെ തന്നെ ടഫ്നെസ് നമ്മൾ വീണ്ടെടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ, ഒരു പ്രോസസ്സാണ് ടെമ്പറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ നമ്മളുടെ ഉത്തരം ഇവിടെ വരുമ്പോ നോക്കേ, ഇവിടെ ഉത്തരം വരിക നോർമലൈസിംഗ് ആണ്. നോർമലൈസ്. സോ നോർമലൈസിംഗ് പ്രോസസ് is used to improve the strength of steel. Strength, ശ്രദ്ധിക്കുക, strength of steel improve ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമലൈസിംഗ് ആണ് കേട്ടോ. നോർമലൈസിംഗ്. ഓക്കെ, ഫൈൻ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, ദാറ്റ് ഈസ് ടു ഒബ്ടൈൻ റിലേറ്റീവ്ലി ഗുഡ് ഡക്ടിലിറ്റി വിത്തൗട്ട് റെഡ്യൂസിങ് ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത്. അല്ലെ, സ്ട്രെങ്ത് കുറയാണ്ട്, അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറയാണ്ട് അതുപോലെ തന്നെ ഹാർഡ്നെസ് വലിയ തോതിൽ കുറയാണ്ട് നമുക്ക് കൃത്യമായിട്ട് ഡക്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് നോർമലൈസിങ്. സോ സ്ട്രെങ്ത് ഇംപ്രൂവ്മെന്റ്, അതുപോലെ തന്നെ ഗ്രെയിൻ സ്ട്രക്ചർ റിഫൈൻ ചെയ്യുക. ഗ്രെയിൻ സ്ട്രക്ചർ റിഫൈൻ ചെയ്തുകൊണ്ട് യൂണിഫോം ആയിട്ടുള്ള സൈസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് നോർമലൈസിങ് എന്ന് പറയുന്നത്. നോർമലൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കീവേഡ് ഒക്കെ അത്യാവശ്യം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് കൺഫ്യൂസിങ് ആവാം എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കീവേഡ്. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടഫ്നെസ്, അല്ലെ, ടഫ്നെസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് നമുക്ക് ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്, അല്ലെ. ഇത്തരത്തിൽ എന്താണ് ഡക്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ടഫ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നത് നമുക്കറിയാം ടെമ്പറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഹാർഡ്നെസ് അല്ലെങ്കിൽ കൊഞ്ചിങ്, ഹാർഡനിങ് പ്രോസസ് അല്ലെങ്കിൽ കൊഞ്ചിങ് പ്രോസസ്, അല്ലെ. ഇത്തരത്തിൽ പെട്ടെന്ന് റാപ്പിഡ് കൂളിങ്ങിന്റെ ഫലമായിട്ട് എന്താണ് സ്റ്റീലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാർട്ടൻസൈറ്റ് എന്ന് പറയുന്ന ഒരു എന്താണ് സ്ട്രക്ചറിലേക്ക് അത് മാറുന്നുണ്ടാവും, അല്ലെ. സോ അത് റാപ്പിഡ് ആയിട്ടുള്ള കൂളിങ്ങിന്റെ ഫലമായിട്ടാണ്. സോ അത് എന്താണ് നമുക്ക് പറയാം ഹാർഡനിങ് പ്രോസസ് ആണ്. വളരെ ഹാർഡായിട്ടുള്ള അയൺ കാർബൺ ഇക്വിലിബ്രിയം, അയൺ കാർബൺ ഫാമിലി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, അയൺ കാർബൺ ഫാമിലി, എൻറ്റയർ ഫാമിലി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത് മാർട്ടൻസൈറ്റ് ആണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ എന്താണ് ഹാർഡനിങ് പ്രോസസ്സ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഹീറ്റ് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അനീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടി, അല്ലെ. സത്യത്തിൽ സ്റ്റീലിനെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നമ്മൾ സഹായിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അനീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നോർമലൈസിങ്, അതുപോലെ തന്നെ അനീലിംഗ്, ടെമ്പറിംഗ്, ഓക്കെ, ഹാർഡനിങ് പ്രോസസ്സ്, പിന്നെ അത് ഇത്തരത്തിൽ എന്താണ് മാർക്ക് കൊഞ്ചിങ്, അങ്ങനെ നിലവിൽ അത് കുറച്ചധികം പ്രോസസ്സുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള പ്രോസസ്സ് നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു മൊഡ്യൂളിലേക്ക് വരാം. അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. മറ്റൊരു മൊഡ്യൂള് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. GTAW ആണ്, അല്ലെ, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് മൊഡ്യൂൾ 6 നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് വരാം. ചോദ്യം ഇതാണ്, വാട്ട് ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ് ഈസ് യൂസ്ഡ് ഇൻ ടിഗ് വെൽഡിംഗ്? വളരെ കോമൺ ആയിട്ട് ചോദിച്ചു കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ഇത്തരത്തിൽ ടിഗ് വെൽഡിംഗിൽ ഏത് ടൈപ്പ് ഇലക്ട്രോഡ് ആണ് യൂസ് ചെയ്യുന്നത്? ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഗ്യാസ് വെൽഡിംഗ്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, അല്ലെ. ഇത്തരത്തിൽ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, ടിഗ് വെൽഡിംഗ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ടങ്സ്റ്റൺ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കൺസ്യൂമബിൾ ഇലക്ട്രോഡ്, ഓപ്ഷൻ ബി നോൺ കൺസ്യൂമബിൾ, ഓപ്ഷൻ സി കാർബൺ ഇലക്ട്രോഡ്, ഓപ്ഷൻ ഡി കോട്ടഡ് ഇലക്ട്രോഡ്. ഏതായിരിക്കും ഉത്തരം വരിക? ടങ്സ്റ്റൺ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഇലക്ട്രോഡാ? യെസ്, നോൺ കൺസ്യൂമബിൾ ആണ്, അല്ലെ. നോൺ കൺസ്യൂമബിൾ ആണ്. സോ റൈറ്റ് ആൻസർ അത് തന്നെയാണ്, നോൺ കൺസ്യൂമബിൾ. ടിഗ് നമുക്കറിയാം എന്താണ് ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്, അല്ലെ. സോ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് അല്ലെങ്കിൽ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ്, അല്ലെ, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ടിഗ് എന്ന് പറയുന്നത് നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് ആണ്, അല്ലെ. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ക്യാൻ പ്രൊഡ്യൂസ് ടെമ്പറേച്ചർ ഓഫ് അപ് ടു ഡാഷ്. സോറി, GTAW നമുക്ക് എത്രത്തോളം ടെമ്പറേച്ചർ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് 1000 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 3000 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 2000, ഓപ്ഷൻ ഡി 4000.
യെസ് അരുൺ പറഞ്ഞോളൂ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ GTAW പ്രോസസ് മാക്സിമം ടെമ്പറേച്ചർ എത്രയായിരിക്കും വരിക? ഓപ്ഷൻ ABCD മെസ്സേജ് ചെയ്തോളൂ. ഏതായിരിക്കും? 1000, 3000, 2000? യെസ്, ബി റൈറ്റ് ആൻസർ 3000 അല്ലെ, 3000 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ GTAW ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് അല്ലെ, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് പ്രോസസ് ക്യാൻ ബി പ്രൊഡ്യൂസ് ടെമ്പറേച്ചർ അപ് ടു 3000 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഇലക്ട്രോഡാണ്, ടങ്സ്റ്റൺ റോഡായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ടങ്സ്റ്റൺ എന്ന് പറയുന്നത് നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് ആണ് എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഫൈൻ. പ്രധാനമായിട്ടും സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീല്, അലോയ്സ്, ടൈറ്റാനിയം, അലൂമിനിയം, മഗ്നീഷ്യം, കോപ്പർ, ബ്രാസ്, ബ്രോൺസ്, ഈവൻ ഗോൾഡ് വരെ നമ്മൾ സാധാരണ ഇത്തരത്തിൽ GTAW പ്രോസസ് വെച്ച് നമുക്ക് വെൽഡ് ചെയ്യാൻ കഴിയും. ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസും അലോയ്സും ഒക്കെ നമുക്ക് ജോയിനിങ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ ടിഗ് വെൽഡിംഗ് എന്ന് പറയാറ്. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്, ടിഗ് വെൽഡിംഗുമായി ബന്ധപ്പെട്ടാണ്. ഇൻ ടിഗ് വെൽഡിംഗ് വിച്ച് പൊളാരിറ്റി ഈസ് കോമൺലി യൂസ്ഡ് ഫോർ വെൽഡിംഗ് അലൂമിനിയം? വിച്ച് പൊളാരിറ്റി, സാധാരണ ഈ പറയുന്ന കോൺസ്റ്റന്റ് കറണ്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ് ടിഗ്. അപ്പൊ അവിടെ വെൽഡിംഗ് ഓഫ് അലൂമിനിയവുമായി ബന്ധപ്പെട്ട് ഏത് വെൽഡിംഗ് കറണ്ട് പൊളാരിറ്റിയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതായത് ഏത് വെൽഡിംഗ് കറണ്ട് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്, ഓപ്ഷൻ ബി ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്, ഓപ്ഷൻ സി ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഏതായിരിക്കും ഉത്തരം വരാൻ സാധ്യതയുള്ളത് അലൂമിനിയത്തിന്റെ കേസിൽ? യെസ്, ഓപ്ഷൻ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് തന്നെയാണ് ഉത്തരം വരിക. ഇതിന് കറക്റ്റ് ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ് വരിക. ഓക്കെ ഫൈൻ. അപ്പൊ ഇത്തരത്തിൽ ഇതൊക്കെ നമ്മൾ DC AC ഒക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് എങ്കിൽ തന്നെയും വെൽഡിംഗ് ഓഫ് അലൂമിനിയവുമായി ബന്ധപ്പെട്ട്, വെൽഡിംഗ് ഓഫ് അലൂമിനിയം, മഗ്നീഷ്യം അങ്ങനെയുള്ള മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പൊ അതിന്റെ പ്രത്യേകത നെഗറ്റീവ് എന്താണ്, സൈക്ലിക് ആയതുകൊണ്ട് തന്നെ ഒരു ടൈമിൽ അത് എന്താണ് പെനട്രേഷനും മറ്റൊരു സൈക്കിളിൽ അവിടെ ക്ലീനിങ് ആക്ഷൻ നടക്കുന്നുണ്ടാവും. സോ അതാണ് അതിന്റെ പ്രത്യേകത. സോ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പ്രിഫർ ചെയ്യുന്നു എവിടെ? അലൂമിനിയം അല്ലെങ്കിൽ മഗ്നീഷ്യം അങ്ങനെയൊക്കെയുള്ള മെറ്റീരിയൽ വെൽഡ് ചെയ്യുന്ന സമയത്ത്, ടിഗ് വെൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ AC പ്രിഫർ ചെയ്യുന്നു. അപ്പൊ അവിടെ AC യുടെ പ്രത്യേകത നമുക്കറിയാം, ഓൾട്ടർനേറ്റിംഗ് സൈക്കിൾസ് ഉണ്ടാകും, ഇലക്ട്രോഡ് നെഗറ്റീവ്, ഇലക്ട്രോഡ് പോസിറ്റീവ് സൈക്കിൾസ് വരുന്നുണ്ടാകും. സോ ഇലക്ട്രോഡ് നെഗറ്റീവ് ആവുന്ന സമയത്ത് അവിടെ ഡിഗിങ് ആക്ഷൻ അല്ലെങ്കിൽ പെനട്രേഷൻ നടക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ഇലക്ട്രോഡ് പോസിറ്റീവ് ആവുന്ന സമയത്ത് അവിടെ ഉണ്ടായിട്ടുള്ള ഓക്സൈഡ് ലെയർ അല്ലെ നമുക്ക് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് നല്ലൊരു വെൽഡ് കിട്ടാൻ നമ്മളെ സഹായിക്കുന്നുണ്ടാവും. സോ അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം AC കറണ്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് GMAWയുമായി ബന്ധപ്പെട്ടാണ്. സോ GMAWയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതിലേക്ക് വരാം. സോ ഒന്നാമത്തെ ചോദ്യമാണ്, വിച്ച് പവർ സോഴ്സ് ഈസ് സ്യൂട്ടബിൾ ഫോർ GMAW? GMAWയുമായി ബന്ധപ്പെട്ട് ഏത് പവർ സോഴ്സ് ആണ്? GMAWയുമായി ബന്ധപ്പെട്ട് ഏത് പവർ സോഴ്സ് ആണ്? ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് അല്ലെ, GMAWയുമായി ബന്ധപ്പെട്ട് ഏത് പവർ സോഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്? ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് AC, ഓപ്ഷൻ ബി DC, ഓപ്ഷൻ സി DC വിത്ത് കോൺസ്റ്റന്റ് വോൾട്ടേജ്, ഓപ്ഷൻ ഡി DC വിത്ത് ലോ വോൾട്ടേജ്. ഏതായിരിക്കും? വേഗം പറഞ്ഞോളൂ. AC, DC വിത്ത് കോൺസ്റ്റന്റ് വോൾട്ടേജ്, DC വിത്ത് ലോ വോൾട്ടേജ്. യെസ് ജാബിർ, ഓപ്ഷൻ സി DC വിത്ത് കോൺസ്റ്റന്റ് വോൾട്ടേജ് റൈറ്റ് ആൻസർ ആണ്. DC വിത്ത് കോൺസ്റ്റന്റ് വോൾട്ടേജ്, DC വിത്ത് കോൺസ്റ്റന്റ് വോൾട്ടേജ്. അപ്പോൾ വെൽഡിംഗ് സോഴ്സ് നമ്മൾ ഇത്തരത്തിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ ഇപ്പോൾ ഇത്തരത്തിൽ മറ്റേ ഇനർട്ട് ഗ്യാസ് വെൽഡിംഗ് ഉണ്ടാവും, അതിന് മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ് ഉണ്ടാവും. ഇത്തരത്തിൽ GMAWയുമായി ബന്ധപ്പെട്ട് DC വിത്ത് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് DC വിത്ത് കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു ചോദ്യം, the torch nozzle used in GMAW are made up of dash. ശ്രദ്ധിക്കുക, torch nozzle used in GMAW are made up of dash. Option A copper, option B brass, option C copper with
chrome plated, option D, all of the above. ഏതായിരിക്കും? സോ നിതിൻ, ആതിര, അനോജ്, ആന്റണി, ഒരാളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ ഫൈൻ, ശ്രദ്ധിച്ചോളൂ, ഏതാ ഉത്തരം വരിക? ജാബിർ എ, കോപ്പർ. ഓപ്ഷൻ എ കോപ്പർ. കോപ്പർ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തന്നെയാണ് ജാബിറെ. ബ്രാസ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തന്നെയാണ്. കോപ്പർ വിത്ത് ക്രോം പ്ലേറ്റഡും കറക്റ്റ് ആണ്. യെസ്, ഓപ്ഷൻ ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇവിടെ ഉത്തരം എന്താ വരിക? ഓൾ ഓഫ് ദി അബോവ് ആണ് വരിക കേട്ടോ. ഓൾ ഓഫ് ദി അബോവ്. സോ ടോർച്ച് നോസിൽ used in GMAW are made up of copper, brass, chrome plating also used. ഇത്തരത്തിൽ ബ്രാസ് വെച്ച് അല്ലെങ്കിൽ ക്രോം പ്ലേറ്റിംഗ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നോസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ, അതുപോലെ തന്നെ എന്താണ് ബ്രാസ് അല്ലെങ്കിൽ ക്രോം പ്ലേറ്റിംഗ് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതുമായി ബന്ധപ്പെട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ഒന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. മറ്റൊരു മൊഡ്യൂളാണ് സ്പെഷ്യൽ വെൽഡിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ് മൊഡ്യൂൾ 8 നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ഇതാണ്: വിച്ച് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ വെൽഡിംഗ് ഇൻവോൾവ് എ റൊട്ടേറ്റിംഗ് ടൂൾ ആൻഡ് എ സ്റ്റേഷനറി വർക്ക്പീസ്? റൊട്ടേറ്റിംഗ് ടൂൾ ആൻഡ് സ്റ്റേഷനറി വർക്ക്പീസ്. ഓപ്ഷൻ എ ലീനിയർ ഫ്രിക്ഷൻ വെൽഡിംഗ്, ഓപ്ഷൻ ബി ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ്, ഓപ്ഷൻ സി റോട്ടറി ഫ്രിക്ഷൻ വെൽഡിംഗ്, ഓപ്ഷൻ ഡി ഇനേർഷ്യ ഫ്രിക്ഷൻ വെൽഡിംഗ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റൊട്ടേറ്റിംഗ് ടൂൾ ഉണ്ട്. ഒരു ടൂള് ഉണ്ടാവും, അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാകും. നമ്മളുടെ വർക്ക് സ്റ്റേഷനറി ആയിരിക്കും. ഓക്കെ, ഉത്തരം എന്താ വരിക? ഉത്തരം ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ് ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ടൂൾ ഉണ്ടാകും, പിൻ ഉണ്ടാകും. സോ പിൻ റൊട്ടേറ്റിംഗ് ആയിരിക്കും. ഇവിടെ രണ്ട് മെറ്റീരിയൽ 1 and 2 സ്റ്റേഷനറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. സോ ഇത്തരത്തിൽ അവിടെ ആ ഒരു ഗ്യാപ്പിലൂടെ എന്താണ് വെൽഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് പോകുന്നുണ്ടാകും. സോ ഇതാണ് ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് ആണ്. ഇവിടെ എങ്ങനെയാണ് വരിക? ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്തുള്ള ടൂൾ ഇങ്ങനെ ഇത് വഴി കടന്ന് ഇങ്ങനെ പോകുന്നുണ്ടാവും. സോ അതിന്റെ ഫലമായിട്ട് അവിടെ ജോയിനിങ് പ്രോസസ് ചെയ്യുന്നുണ്ടാവും. സോ അതാണ് ബേസിക് കോൺസെപ്റ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിങ്ങിന്റെ പ്രത്യേകത, റൊട്ടേറ്റിംഗ് ടൂൾ ഉണ്ടാകും, ഒരു റൊട്ടേറ്റിംഗ് ടൂൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മളുടെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റുകൾ സ്റ്റേഷനറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും. സോ അതാണ് അവിടുത്തെ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. സോ അതൊന്ന് ഓർത്തിരുന്നാൽ മതിയാകും. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം: വാട്ട് ഈസ് ദ ടിപ്പിക്കൽ വാക്വം പ്രഷർ റിക്വയർഡ് ഫോർ EBW, that is electron beam welding? ഇലക്ട്രോൺ ബീം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വെൽഡിംഗ് ആണ് ഈ ഫ്രിക്ഷൻ സ്റ്റിർ വെൽഡിങ്, ഇലക്ട്രോൺ ബീം വെൽഡിങ്, ലേസർ ബീം വെൽഡിങ്, അങ്ങനെ നിരവധി വെൽഡിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് EBW, ഇലക്ട്രോൺ ബീം വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ടിപ്പിക്കൽ വാക്വം പ്രഷർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ 1 to 10 ടോർ ഉണ്ട്. ഓപ്ഷൻ ബി 10⁻⁵ to 10⁻�6 ടോർ. ഓപ്ഷൻ സി 100 to 150 ടോർ. ഓപ്ഷൻ ഡി 1 to 10 ATM എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി. യെസ്, ഉത്തരം എന്താ വരിക? ഉത്തരം എന്തായിരിക്കും വരിക? ഉത്തരം ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. 10⁻⁵ to 10⁻�6 ടോർ ആണ് കേട്ടോ ഉത്തരം വരിക. ഓക്കെ ഫൈൻ, അതൊന്ന് ഓർത്തിരുന്നാൽ മതി. 9ാമത്തെ മൊഡ്യൂള് നമുക്ക് നോക്കാം. 9ാമത്തെ മൊഡ്യൂൾ പ്രധാനമായിട്ടും നോക്കിയേ പൈപ്പ് വെൽഡിങ്, പ്ലേറ്റ് വെൽഡിങ്, റെപ്രസെന്റേഷൻ ഓഫ് വെൽഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്, സിമ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് 1-2 ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ചോദ്യം ഇതാണ്: the distance between root and toe of fillet weld is called dash. The distance between root and toe of fillet weld is called. Option A root gap, option B reinforcement, option C leg length, option D throat thickness. ഇതായിരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. The distance between root and toe of a fillet weld. നിതിൻ, fillet weld. യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്, ലെഗ് ലെങ്ത് അല്ലെ. ഇത്തരത്തിൽ ടെർമിനോളജി നമ്മൾ ഈ പറയുന്ന വെൽഡിന്റെ ഒക്കെ ടെർമിനോളജി പഠിക്കുന്ന സമയത്ത് ഫില്ലറ്റ് വെൽഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ ഇത്തരത്തിൽ റൂട്ട് എന്ന് പറയുന്ന പോർഷൻ എവിടെയാണ്,
ടൗ എന്ന് പറയുന്ന പോർഷൻ ഇവിടെയാണ്. എന്താണ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ അതിന്റെ ആ ലെഗ് ലെങ്ത് എന്താണ്, ലെഗ് ലെങ്തിന്റെ വാല്യൂ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ത്രോട്ട് തിക്നെസ് എത്ര വരുന്നു. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. നമ്പർ പ്ലേറ്റ് 1 ആൻഡ് പ്ലേറ്റ് 2 നമ്മൾ ഇത്തരത്തിൽ വെൽഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് എ ഫില്ലറ്റ് വെൽഡ്. സോ ഫില്ലറ്റ് വെൽഡിന്റെ സിമ്പിൾ നമ്മൾ ഇങ്ങനെ തന്നെ പഠിച്ചു അല്ലേ? ഫില്ലറ്റ് വെൽഡിന്റെ സിമ്പിൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു. അപ്പൊ ഇവിടെ നോക്കി, സോ ദിസ് പോർഷൻ ഇതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? അതിനെ നമ്മൾ ദാറ്റ് ഈസ് റൂട്ട് എന്ന് വിളിക്കുന്നുണ്ടാവും. സോ ഈ ഒരു പോർഷൻ ആണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നുണ്ടാവുക. സോ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ 2 പോർഷൻ. അപ്പൊ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഈ ഒരു പോർഷൻ നമ്മൾ ടോ എന്ന് വിളിക്കുക. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ടോ എന്ന് വിളിക്കും. ടോ. അപ്പൊ ടോ എന്ന് പറയുന്ന പോർഷൻ, റൂട്ട് എന്ന് പറയുന്ന പോർഷൻ. റൂട്ടും ടോയും തമ്മിലുള്ള ആ ഒരു ലെങ്ത് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ലെങ്ത് ആണ് ലെഗ് ലെങ്ത് എന്ന് പറയുന്നത്. ലെഗ് ലെങ്ത് സെഡ് വെച്ചാൽ സാധാരണ റെപ്രസെന്റ്, സെഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ്. സോ ലെഗ് ലെങ്ത്. അപ്പൊ ഇവിടെയും ലെഗ് ലെങ്ത് ഉണ്ട്, സെഡ് ഇവിടെയും ഉണ്ട്, സെഡ്. ഓക്കെ, ഫൈൻ. അപ്പൊ അത്തരത്തിൽ ഈ റൂട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താണ് ഈ ഫ്ലാറ്റ് സർഫസ് ഉണ്ടല്ലോ, ഈ ഫ്ലാറ്റ് സർഫസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന തിക്നെസ്സിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ത്രോട്ട് തിക്നെസ് എന്ന് വിളിക്കുന്നുണ്ടോ? ത്രോട്ട് തിക്നെസ്. ഓക്കെ, ത്രോട്ട് തിക്നെസ്. അപ്പോൾ ഈ ഒരു ത്രോട്ട് തിക്നെസ്സും ലെഗ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ കൂടി ഒന്ന് ഓർത്തുന്നുള്ളൂ. ലെഗ് ലെങ്തും ത്രോട്ട് തിക്നെസ്സും തമ്മിലുള്ള റിലേഷൻ, ലെഗ് ലെങ്ത് എന്ന് പറയുന്നത് റൂട്ട് 2 ടൈംസ് ത്രോട്ട് തിക്നെസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൂട്ട് 2 ടൈംസ് ത്രോട്ട് തിക്നെസ്. ഓക്കെ, റൂട്ട് 2 ടൈംസ് അല്ലെ, റൂട്ട് 2 ടൈംസ് ത്രോട്ട് തിക്നെസ് ആണ് ലെഗ് ലെങ്തിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അത് ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ടെർമിനോളജിയുമായി ബന്ധപ്പെട്ട് എന്താണ് ടോ, എന്താണ് ലെഗ് ലെങ്ത്, റൂട്ട് ഏതാണ് എന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടി. അതുപോലെ തന്നെ ത്രോട്ട് തിക്നെസ്, ഇത്തരത്തിൽ ത്രോട്ട് തിക്നെസ്സും കറസ്പോണ്ടിങ് ലെഗ് ലെങ്ത് സെഡും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് കൂടി മനസ്സിലാക്കി. ഓക്കെ, ഫൈൻ. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. മറ്റൊരു മൊഡ്യൂളാണ് ലാസ്റ്റ് മൊഡ്യൂൾ. നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ 10ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ഷൻ, ടെസ്റ്റിംഗ്, കോസ്റ്റ് എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് 10ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. 10ാമത്തെ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നോക്കി, ചോദ്യം ഇതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ട്രെയിനർ അല്ലെങ്കിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ 2023 ചോദിച്ച ചോദ്യമാണ്. ഫാബ്രിക്കേഷൻ കോസ്റ്റ് ഇൻവോൾവ്സ് ദ കോസ്റ്റ് ഓഫ് ഡാഷ്. നമ്മൾ വെൽഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? ഏതൊരു വർക്കായാലും നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. സോ ആ എസ്റ്റിമേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതായത് എന്തൊക്കെ കോസ്റ്റ് അവിടെ വരുന്നുണ്ട്, അതനുസരിച്ച് വേണം എസ്റ്റിമേറ്റ് എടുക്കാൻ. എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള കോസ്റ്റുകൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ളത്. യെസ്. അപ്പൊ ഇവിടെ ഫാബ്രിക്കേഷൻ കോസ്റ്റ് ഇൻവോൾവ് ദ കോസ്റ്റ് ഓഫ് ഓപ്ഷൻ എ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, cutting and machining. Option B, electrodes, power consumed and welding labor. Option C, preparation, welding and finishing. Option D, machining, grinding and painting. ഏതായിരിക്കും വരിക? ഫാബ്രിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എടുത്ത് പറയുന്നുണ്ട്. യെസ്, റൈറ്റ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്. ഫാബ്രിക്കേഷൻ കോസ്റ്റ് ഇൻവോൾവ് പ്രിപ്പറേഷൻ കോസ്റ്റ്, വെൽഡിംഗ് കോസ്റ്റ് ആൻഡ് ഫിനിഷിംഗ് കോസ്റ്റ് അല്ലെ? ഇത് മൂന്നും അവിടെ വരുന്നുണ്ടാകും. സോ അതാണ് ഫാബ്രിക്കേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ അതുപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുണ്ട്, ഫാബ്രിക്കേഷൻ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് എന്താണ് ഓവർഹെഡ് കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ നിരവധി കോസ്റ്റുകൾ നമുക്കുണ്ട്. സോ ഫാബ്രിക്കേഷൻ കോസ്റ്റ് ഇൻവോൾവ് ദ കോസ്റ്റ് ഓഫ് പ്രിപ്പറേഷൻ. നമുക്ക് ജോയിന്റ് പ്രിപ്പറേഷനും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്, വെൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അവിടെ വെൽഡിങ് ഇലക്ട്രോഡ്സിന്റെ വില വരുന്നുണ്ടാകും. അതുപോലെ തന്നെ പവർ കൺസംഷനുമായി ബന്ധപ്പെട്ട് പവർ എത്രത്തോളം വരുന്നുണ്ട്, കൺസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഗ്രൈൻഡിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിനിഷിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ്. സോ ഇതെല്ലാം എവിടെ വരുന്നുണ്ടാകും? ഫാബ്രിക്കേഷൻ കോസ്റ്റിൽ വരുന്നുണ്ടാവും. സോ ഫാബ്രിക്കേഷൻ കോസ്റ്റ്, അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് വേറെയാണ്, ഫാബ്രിക്കേഷൻ കോസ്റ്റ് വേറെ വരുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ ഓവർഹെഡ് കോസ്റ്റ്, മറ്റ് കോസ്റ്റുകളെല്ലാം ഓവർഹെഡ് കോസ്റ്റ് വരുന്നുണ്ടാകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം, ഡാഷ് ഈസ് യൂസ്ഡ് ടു അറസ്റ്റ് ദ റേഡിയേഷൻ ഫ്രം ദ എക്സ്റേ യൂണിറ്റ്. നമ്മൾ ഈ പറയുന്ന എക്സ്റേയുടെ ഒക്കെ സഹായത്തോടു കൂടി നമ്മൾ അവിടെ ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ടാകും. സോ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ എക്സ്റേ കടന്നു പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് അല്ലെ, ഇത്തരത്തിൽ കടന്നു പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷീറ്റ് മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. യെസ്, റൈറ്റ് ആൻസർ ജാബിർ, അതുപോലെ നിതിൻ എല്ലാവർക്കും കറക്റ്റ് ആണ്, സംശയമൊന്നും വേണ്ട. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, എടുത്ത് മെൻഷൻ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്ന അലൂമിനിയം ഷീറ്റ്, ഓപ്ഷൻ ബി ലെഡ്, ഓപ്ഷൻ സി കോപ്പർ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. യെസ്, റൈറ്റ് ആൻസർ വിൽ ബി ലെഡ്.
ലെഡ് ഷീറ്റ്. അപ്പോൾ ലെഡ് പൊതുവെ മറ്റൊരു രീതിയിൽ ലെഡ് നമുക്കറിയാം ഇത്തരത്തിൽ വളരെ എന്താണ് പോയിസണസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ലെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെഡ് നമ്മൾ ഉരുക്കി ഒഴിക്കാറുണ്ട് ബാലൻസിങ് ഓഫ് വീലുമായി ബന്ധപ്പെട്ട്. നമ്മളുടെ ആ ഒരു ഗ്രൈൻഡിങ് വീലിലൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലെഡ് ഉരുക്കി ഒഴിക്കാറുണ്ട് അല്ലെ, ഇത്തരത്തിൽ നമ്മൾ ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട്. ഈവൻ നമ്മളുടെ വണ്ടികളുടെയൊക്കെ വീലിന്റെയൊക്കെ ബാലൻസിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ലെഡിന്റെ ചെറിയ പീസസ് നമ്മളുടെ അലോയ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ വീലിൽ നമ്മൾ വെക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ലെഡ് എന്ന് പറയുന്ന മെറ്റീരിയലിന് പല യൂസസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ ഫൈൻ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ റേഡിയേഷൻസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, റേഡിയേഷൻസിനെ കടത്തി വിടാത്ത രീതിയിൽ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ യൂണിറ്റുകളിൽ യൂസ് ചെയ്യുന്ന ഷീറ്റ് ഏത് മെറ്റീരിയൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഡ് ഷീറ്റ് എന്നുള്ളത് ഓർത്തിരിക്കാം. ലെഡ് ഷീറ്റ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ ഫൈൻ. മറ്റൊരു ചോദ്യം ഇതാണ്, ലൈക്ക് ഫോർ പ്രഷർ ടെസ്റ്റ് the internal pressure may be raised to dash times the working pressure of the vessel. Okay, അപ്പൊ നമ്മൾ ഒരു വെസലോ അല്ലെങ്കിൽ ഒരു പൈപ്പൊക്കെ നമ്മൾ വെൽഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ടാവും, വെൽഡ് ചെയ്തതിനു ശേഷം നമ്മൾ പ്രഷർ ടെസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ ഈ പറയുന്ന അതിനകത്തുകൂടി കറസ്പോണ്ടിങ് പ്രഷറിൽ വെള്ളമാണോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ആണോ വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ അത് കൺവേ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യണം, ലീക്ക് പ്രൂഫ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ആ ഒരു ജോയിന്റ് വിസ്റ്റാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് എത്രത്തോളം നമുക്ക് വേണ്ടുന്നത് ഒരു പർട്ടിക്കുലർ വർക്കിംഗ് പ്രഷർ ആയിരിക്കും. സോ വർക്കിംഗ് പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിലും ഉയർന്ന പ്രഷറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളവിടെ ടെസ്റ്റിംഗ് പ്രഷർ ഉണ്ടാവും. വർക്ക് ടെസ്റ്റ് ചെയ്യുന്ന പ്രഷർ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ വർക്കിംഗ് പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ ടെസ്റ്റിംഗ് പ്രഷർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. സോ ദ പ്രഷർ ടെസ്റ്റ്, ദ ഇന്റേണൽ പ്രഷർ മേ ബി റൈസ്ഡ് ടു ഡാഷ് ടൈംസ് ദ വർക്കിംഗ് പ്രഷർ ഓഫ് ദ വെസൽ. ഓക്കെ, സോ ഇവിടെ നമുക്ക് മിനിമം അറ്റ്ലീസ്റ്റ് ഒരു എത്രയാണ്, ദാറ്റ് ഈസ് 2 times എന്ന് ഓർത്തിരുന്നാൽ മതി. 2 times ആണ് ഉത്തരമായിട്ട് വരിക. സോ 2 times അല്ലെ, 2 times ദ വർക്കിംഗ് പ്രഷർ. ഇരട്ടിയാണ് കേട്ടോ. സോ ഇരട്ടി പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിനെ നമ്മളവിടെ ആ ഒരു പ്രഷർ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇരട്ടി എന്താണ് നമുക്ക് വേണ്ടുന്ന പ്രഷറിനെ അല്ലെങ്കിൽ വർക്കിംഗ് പ്രഷറിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഇരട്ടി പ്രഷറിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അവിടെ ആ ഒരു ഇന്റേണൽ പ്രഷർ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ഓരോ മൊഡ്യൂളിൽ നിന്നും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളുടെ സമയത്തിനുള്ളിൽ 1 മണിക്കൂറിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.